ഗൈസ് 2 ദിവസം നല്ല മഴയായിരുന്നു. അപ്പം മഴ കൊണ്ടിരിക്കണെങ്കിൽ ജലദോഷം പിടിച്ച് ഗൈസ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്കൊക്കെയാണ് ഷൂട്ട് ചെയ്യാറ്. ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നു. ഈ തെങ്ങിൻ്റെ ഇതൊക്കെ വീട്ടിലൊക്കെ വെള്ളം വന്ന് തുടങ്ങി. പിന്നെ നമുക്ക് ഫിഷിങ് വീഡിയോസൊക്കെ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇരുത്തും നിറച്ച് ഈ ഇതൊക്കെ വന്ന് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഗൈസ്. ഇവൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇവന് കുറച്ചിന് പ്രാങ്ക് വീഡിയോസ് ചെയ്യാൻ പറ്റില്ല. എന്താ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഈ പാടത്തൊക്കെ നെല്ലൊക്കെ ഉണ്ട്, വെള്ളത്തിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ അവിടെ നിന്ന് അറ്റത്തുനിന്ന് വെള്ളം ഒലിച്ചു വരണത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ നിന്നൊക്കെ വെള്ളം ഒടിക്ക് വരണതാണ് കാണാം. ആ പീനത്ത് മീനുകളൊക്കെ ഉണ്ടാവും, ചെറുതുകൾ, വലിയ മീനുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ വെള്ളത്തിലേക്കൂടെ ഒക്കെ നടക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്പുറത്തും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന്, വെള്ളം കയറിയിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഇവിടെ ഈ തോട്ടിൽ നിന്ന് വെള്ളം ചെന്ന് നിൽക്കുന്നത് ഒരു കുളത്തിലോട്ടാണ്. അപ്പോൾ കുളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് പോവാം. കണ്ടോ ഇവിടെ ഈ തെങ്ങൊക്കെ മറിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം പോവാൻ. ഇതുമ്പോൾ നിറച്ച് നമ്മുടെ എന്തെങ്കിലും പേര് കൂൺ കണ്ട നിറച്ച് കൂണുണ്ടായി നിൽക്കുകയാണ്. കണ്ട തെങ്ങ് നിറച്ച് കൂണാണ്. ഈ കുളം നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫിഷിങ് വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ മഴ കാരണം മീൻ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഒരു മരം മറിഞ്ഞ് കിടക്കുകയാണ്. തലേക്കോടെ വീണേക്കാളും മുമ്പ് നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു ഗൈസ്. ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇവിടെ നോക്കി ഇപ്പോൾ കണ്ടുപിടി ഈ തേക്കൊക്കെ ഈ കാറ്റിലൊക്കെ ഇന്നലെ ഉണ്ടായ കാറ്റ് മറിഞ്ഞു വീണ് ഈ വെള്ളമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 3:30 ആയിട്ടാണ്, 3:45. ഇന്ന് 30 ജൂലൈ ആണ്. ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അവിടെയൊക്കെ നോക്കി നിറച്ച് അവിടെ ഒരു തെങ്ങ് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ തെങ്ങും ഏകദേശം വീഴാറായി നിൽക്കണേ. കണ്ട കാറ്റിൽ കണ്ട മറിഞ്ഞ് നിൽക്കണേ. എനിക്ക് തോന്നണ ഈ തേക്ക് വന്ന് ആ തെങ്ങിനെ മറച്ചിടാൻ നോക്കണതാണ് എനിക്ക് തോന്നുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അത് മറിഞ്ഞ് നിൽക്കണത് ചെരിഞ്ഞ് നിൽക്കണത് കാണാൻ പറ്റും. അത് ഇവിടെ ഒരു അടയ്ക്കാമരവും വീണ് നിൽക്കുന്നുണ്ട്. കണ്ടോ ഇത് അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല, കൈ നോക്കിക്കോ. അപ്പോൾ ഇപ്പുറത്ത് കിടന്ന് കണ്ടോ ശരിക്കും ഇത് ഒരു തോടാണ്. താഴ്ച എന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ ഒരു പകുതി കാലിൻ്റെ അത്രയൊക്കെ താഴ്ച ഉണ്ടാകുന്ന ഒരു തോടാണ്. അതിൽ കൂടുതൽ താഴ്ച ഉണ്ടാവും. അപ്പോൾ അത് ഇവിടെ കണ്ട അല്ല പാമ്പിച്ച് ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അധികം പോണ്ട. എന്തായാലും തെങ്ങിൻ്റെ ഇതിനത്തൊക്കെ നിറച്ച് വെള്ളമാണ്. കണ്ട ഇവിടെ തോടല്ല, അവിടെയാണ് തോട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോണ്. അപ്പോൾ അവിടെ ഒരു തെങ്ങ് വീണ് കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് പോകുമ്പോൾ ഈ വെള്ളത്തിൽ വല്ലതുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം പോകാൻ. ചിലപ്പോൾ ഒട്ടയൊക്കെ വന്നാലും. അതുകൊണ്ട് അവിടെ ഞാൻ പറഞ്ഞില്ലേ തെങ്ങ് വീണ് കിടക്കണം. ആ തെങ്ങ് ഞാൻ കാണിച്ചു തരാം. എന്നാ തെങ്ങൊക്കെ മറിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഉണ്ടേ ഈ തെങ്ങമ്മേക്കോടെ ചവിട്ടി വേണമെങ്കിൽ നമുക്ക് അപ്പുറത്ത് കിടക്കാൻ പറ്റും. ഞാൻ അത്ര റിസ്ക് എടുക്കണില്ല. ഇവിടെ താഴ്ചയുള്ളതാണ്, വെള്ളത്തിൽ മുങ്ങി പോവും. കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ അത് മീനുകളൊക്കെ ഓടി കിടക്കണ്ടാവും. പക്ഷെ പിടിക്കാനായിട്ട് ഈ മഴ കാരണം നമുക്ക് കറക്റ്റ് പറ്റണില്ല. എന്തായാലും നമുക്ക് അപ്പുറത്തും കൂടി പോയി നോക്കാം. മീനുകളൊക്കെ ചെറുതായിട്ട് പൊന്തിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കൂടി നമുക്ക് നോക്കിയിട്ടൊന്ന് പോവാം. ഇവിടെയും വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ മഴ പെയ്ത് തന്നെ വെള്ളമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ ഓടാനുണ്ട് മീനുകൾ. ഈ ബ്രാലിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഓടണത് നിങ്ങൾ ബാക്ക് സ്കിപ്പ് ചെയ്ത് ബാക്കോട്ട് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം.
ഇവിടെയൊക്കെ വെള്ളമാണ്. നമ്മളപ്പുറത്ത് നോക്കിയത് തെങ്ങ് കണ്ടോ. ഇവിടെയും നല്ല താഴ്ചയുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ പകുതി ഇവൻ്റെ ഏകദേശം പൊക്കത്തിലുള്ള താഴ്ചയുള്ളൂ അല്ലേ. ആൾക്കാർ കുളിക്കാൻ വരാം. നിങ്ങളെല്ലാവരും കുളിക്കാൻ വരും. ഈ തോട്ടിൽ നിന്ന് വെള്ളം നിറഞ്ഞ് അവിടെ നിന്ന് നിറഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഇപ്പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നല്ല ഒഴുക്കുണ്ട് അവിടെ ആയിട്ട്. തട്ടിടാൻ നോക്കണോ ഇവിടെ നിന്ന് വെള്ളം നിറഞ്ഞ് അടിയിൽ കൂടെ താഴ്ത്തിക്ക് വന്നതാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു പോണതാണ്. മീതെ കൂടെ നിറഞ്ഞു വേണമെങ്കിൽ പോകാൻ പറ്റും. നിറഞ്ഞു പക്ഷെ ഇവിടെ നിറഞ്ഞു പോകുന്നില്ല ഗൈസ്. ഇവിടുത്തെ നെല്ലൊക്കെ ഒക്കെ വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. അപ്പോൾ എന്തോരം അവർ കഷ്ടപ്പെട്ടാക്കി നെല്ല് നട്ടത് എല്ലാം വെള്ളത്തിൽ പോയി. സൈഡിലൊക്കെ മഴയിൽ വീണ് കിടക്കുക. അപ്പം ഞാൻ വല്ല മരങ്ങൾ തലയിൽ കൂടെ വല്ല മരങ്ങൾ വീണേക്കാളും മുൻപ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ വെള്ളത്തിൽ വല്ല അട്ടയോ പാമ്പോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എൻ്റെ ഡൗട്ട്. എന്തോ കല്ലടി മരത്തിൻ്റെ എന്തോ ഒരു കഷ്ണമായിരുന്നു, പേടിച്ചു പോയി. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.